സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായി 25:40. സ്നേഹം നിറഞ്ഞവരെ, ഈ തപസ് കാലത്തിൽ നാം ഉപവാസവും പ്രാർത്ഥനയും അഭ്യസിച്ചു. അവ നമ്മെ ഉള്ളിൽ തയ്യാറാക്കുന്ന വഴികളാണ്. പക്ഷേ ഈ ആത്മീയ യാത്ര നമ്മിൽ മാത്രം അവസാനിക്കരുത്. അത് സ്നേഹമായി പുറത്തേക്കും ഒഴുകണം. മരുഭൂമിയിൽ ദൈവത്തെ അനുഭവിച്ചവൻ മനുഷ്യന് ദൈവത്തിൻ്റെ മുഖം കാണാൻ തുടങ്ങുന്നു. അപ്പോൾ മറ്റൊരാളുടെ വേദന അവന് അന്യമായിരിക്കുകയില്ല. നമ്മുടെ ചുറ്റിലും നമ്മുടെ സഹായം ആവശ്യപ്പെടുന്ന അനവധി ആളുകൾ ഉണ്ടാകാം. ഒരു ചെറിയ സഹായം, ഒരു നല്ല വാക്ക്, ഒരു കരുതൽ നിറഞ്ഞ സമീപനം, ചിലപ്പോൾ ഒരു ചെറിയ നന്മ പ്രവൃത്തി പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ പ്രത്യാശയാകാം. നമ്മുടെ ചെറിയ നന്മ പ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിൽ പ്രകടമാകട്ടെ.